തമിഴ്നാട്ടിലെ കൽപ്പാക്കത്ത് സ്ഥാപിച്ച ഇന്ത്യയുടെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ വെറും 2 മാസം മുമ്പാണ് ക്രിട്ടിക്കാലിറ്റി കൈവരിച്ചത്. ആ ചരിത്ര നേട്ടത്തെക്കുറിച്ച് ഈ ചാനലിൽ നമ്മൾ വിശദമായൊരു വീഡിയോ ചെയ്തിരുന്നു. ലോകമെമ്പാടുമുള്ള ശാസ്ത്രലോകം അത്ഭുതത്തോടെയാണ് ആ നേട്ടത്തെ നോക്കിക്കണ്ടത്. എന്നാൽ ഇപ്പോഴിതാ അതേ റിയാക്ടറിൽ നിന്ന് വീണ്ടും ഒരു വിസ്മയ വാർത്ത. ഈ റിയാക്ടറിന്റെ ഉയർന്ന താപം ഉപയോഗിച്ച് വ്യാവസായിക തോതിൽ ഹൈഡ്രജൻ നിർമ്മിക്കാനുള്ള പരീക്ഷണ പദ്ധതി വിജയിച്ചിരിക്കുന്നു. വികസിത രാജ്യങ്ങൾ പോലും കൈവരിക്കാത്ത ഒരു സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ നിർണായക മുന്നേറ്റം നടത്തിയിരിക്കുകയാണ്. ഇത് സാധാരണ ഹൈഡ്രജൻ ഉൽപ്പാദനമല്ല, ഒട്ടും കാർബൺ എമിഷൻ ഇല്ലാതെ പരിസ്ഥിതി സൗഹൃദമായി ആണവോർജം ഉപയോഗിച്ച് ശുദ്ധമായ ഗ്രീൻ ഹൈഡ്രജൻ നിർമ്മിക്കുന്ന അത്യാധുനിക സാങ്കേതിക വിദ്യയാണിത്. എങ്ങനെയാണ് ഒരു ആണവ റിയാക്ടർ ഹൈഡ്രജൻ നിർമ്മിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ സാങ്കേതിക വിദ്യയെ ലോകം ഇത്രയേറെ പ്രാധാന്യത്തോടെ കാണുന്നത്? ഇന്ത്യയുടെ ഊർജഭാവിയെ ഇത് എങ്ങനെ മാറ്റിമറിക്കും? കുറച്ച് സങ്കീർണമായ ശാസ്ത്ര വിഷയമാണിത്. കഴിയുന്നത്ര ലളിതമായി നമുക്കിത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. എന്നാ തുടങ്ങിയാലോ? നമസ്കാരം, ഞാൻ ഷാബു പ്രസാദ്. നിങ്ങൾ കാണുന്നത് സയൻസ് കോർണർ. ശാസ്ത്രം എന്നത് പാഠപുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഓരോ സംഭവത്തിൻ്റെയും പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന അത്ഭുതങ്ങളാണ് ശാസ്ത്രം. ആ സങ്കീർണമായ ശാസ്ത്രത്തെ എല്ലാവർക്കും മനസ്സിലാകുന്ന ലളിതമായ ഭാഷയിൽ അവതരിപ്പിക്കാനാണ് ഈ ചാനലിലൂടെ ഞാൻ ശ്രമിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യൂ, സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കൂ. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സയൻസ് കോർണർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ എഴുതൂ. അപ്പോൾ ഇന്നത്തെ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. എന്താണ് ഒരു ന്യൂക്ലിയർ പ്രവർത്തനം? എങ്ങനെയാണ് ന്യൂക്ലിയർ റിയാക്ഷനിലൂടെ ഊർജം ലഭിക്കുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കാം. അണുവിഭജനം അഥവാ ന്യൂക്ലിയർ ഫിഷനാണ് ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്നത് എന്നറിയാമല്ലോ. ഭാരമുള്ള ഒരു മൂലകത്തിൻ്റെ ന്യൂക്ലിയസിനെ ഒരു ന്യൂട്രോൺ കൊണ്ട് പിളർക്കുമ്പോൾ അത് ഭാരം കുറഞ്ഞ 2 മൂലകങ്ങളുടെ ന്യൂക്ലിയസുകളായി പിളരുകയും അധികം വരുന്ന മാസ് ഊർജം താപമായി പുറത്തു വരികയും ചെയ്യുന്നു. ഈ പ്രക്രിയയിൽ 3 ന്യൂട്രോണുകൾ കൂടി ഉണ്ടാവുകയും ഇവ മറ്റു ന്യൂക്ലിയസുകളെ കൂടി പിളർക്കുകയും അവിടെ നിന്നുണ്ടാകുന്ന 9 ന്യൂട്രോണുകൾ 9 ന്യൂട്രോണുകളെ പിളർക്കും. ഇങ്ങനെ നിമിഷാർദ്ധം കൊണ്ട് കോടിക്കണക്കിന് ന്യൂക്ലിയസുകൾ വിഭജിക്കപ്പെടുകയും വൻതോതിലുള്ള എനർജി ഉണ്ടാവുകയും ചെയ്യും. ഇതാണ് ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷൻ. ചെയിൻ റിയാക്ഷൻ ഇങ്ങനെ അനിയന്ത്രിതമായി പോയാൽ അത് വൻ സ്ഫോടനത്തിലാണ് കലാശിക്കുക. ഇതാണ് അണുബോംബിൽ സംഭവിക്കുന്നത്. ഫിഷൻ സമയത്തുണ്ടാകുന്ന ന്യൂട്രോണുകളെ നിയന്ത്രിച്ചാൽ ചെയിൻ റിയാക്ഷനും നിയന്ത്രിക്കാം. ഒരു ന്യൂക്ലിയസ് പിളരുമ്പോഴുണ്ടാകുന്ന 3 ന്യൂട്രോണുകളിൽ 2 എണ്ണത്തിനെ പിടിച്ചു മാറ്റിയാൽ ബാക്കിയാകുന്ന 1 ന്യൂട്രോൺ പോയി ഒരു ന്യൂക്ലിയസ് പിളർക്കും. അപ്പോഴും 2 ന്യൂട്രോണുകളെ പിടിച്ചെടുക്കും. അപ്പോഴും 1 ന്യൂട്രോൺ മാത്രമേ ബാക്കിയുണ്ടാകൂ. അങ്ങനെ ന്യൂട്രോണുകളെ പിടിച്ചെടുക്കാനും അവയുടെ വേഗത കുറയ്ക്കാനുമുള്ള ചില മെറ്റീരിയൽസ് റിയാക്ടറിൽ ഉണ്ടാകും. സിൽവർ, ഇൻഡിയം, കാഡ്മിയം തുടങ്ങിയ മൂലകങ്ങൾ കൊണ്ട് നിർമ്മിച്ച പ്രത്യേക റോഡുകൾ, ദണ്ഡുകളാണവ. അവ റിയാക്ടറിനുള്ളിലേക്ക് പൂർണ്ണമായും ഇറക്കി വെച്ചാൽ ഉണ്ടാകുന്ന ന്യൂട്രോണുകളെ മുഴുവൻ പിടിച്ചെടുക്കും. അപ്പോൾ അവ പോയി ന്യൂക്ലിയസുകളെ പിളർക്കില്ല, റിയാക്ഷനും നടക്കില്ല. ആ റോഡുകൾ എത്രത്തോളം പുറകോട്ട് വലിക്കുന്നോ അതിനനുസരിച്ച് ന്യൂട്രോണുകൾ പോകും, റിയാക്ഷനും വർദ്ധിക്കും. ഒരു ഡാമിൻ്റെ ഷട്ടറുകൾ പോലെയാണിത്. ഷട്ടറുകൾ പൂർണ്ണമായും അടച്ചാൽ വെള്ളം ഒഴുകില്ല, എന്നാൽ തുറക്കുന്നതിനനുസരിച്ച് വെള്ളത്തിൻ്റെ ഒഴുക്ക് കൂടും. ഇതുകൂടാതെ റിയാക്ഷൻ സുഗമമാക്കാൻ ന്യൂട്രോണുകളുടെ വേഗത കുറയ്ക്കേണ്ടതുണ്ട്. അതിനുള്ള ചില സാധനങ്ങളും റിയാക്ടറിൽ ഉണ്ടാകും. അതാണ് മോഡറേറ്ററുകൾ. മോഡറേറ്ററുകൾ പല വിധത്തിലുണ്ട്. വെറും വെള്ളം, ഘനജലം അഥവാ ഹെവി വാട്ടർ എന്നിവയാണ് പൊതുവെയുള്ള മോഡറേറ്റർ. ഉപയോഗിക്കുന്ന മോഡറേറ്ററുകൾക്കനുസരിച്ച് റിയാക്ടറിൻ്റെ ടെക്നോളജി, സ്വഭാവം എല്ലാം വ്യത്യസ്തമായിരിക്കും. ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ആണവ റിയാക്ടർ സാങ്കേതിക വിദ്യയാണ് പ്രഷറൈസ്ഡ് വാട്ടർ റിയാക്ടർ അഥവാ PW. ഇവിടെ അതിമർദ്ദത്തിലുള്ള ഹൈ പ്രഷറിലുള്ള സാധാരണ വെള്ളമാണ് റിയാക്ടറിനെ തണുപ്പിക്കുന്ന കൂളൻ്റായി ഉപയോഗിക്കുന്നത്. റിയാക്ടറിൽ ഈ റിയാക്ഷൻ നടക്കുമ്പോഴുണ്ടാകുന്ന വളരെ വലിയ ചൂട് അത് ഒരു സ്റ്റീം ജനറേറ്ററിലൂടെ മറ്റൊരു വെള്ളത്തിലേക്ക് കൈമാറും.
അവിടെ രൂപപ്പെടുന്ന ഉയർന്ന മർദ്ദത്തിലുള്ള നീരാവി സ്റ്റീമാണ് ടർബൈൻ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നാൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ വൈദഗ്ധ്യം നേടിയിരിക്കുന്നത് പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടർ അഥവാ PHWR സാങ്കേതിക വിദ്യയിലാണ്. ഇവിടെ കൂളൻ്റായും മോഡറേറ്ററായും ഉപയോഗിക്കുന്നത് ഹെവി വാട്ടറാണ്. സാധാരണ വെള്ളത്തിൻ്റെ ഒരു തന്മാത്രയിൽ 2 ഹൈഡ്രജൻ ആറ്റങ്ങളും 1 ഓക്സിജൻ ആറ്റവുമാണുള്ളത്. H2O എന്നല്ലേ പറയുക. എന്നാൽ ഹെവി വാട്ടറിൽ സാധാരണ ഹൈഡ്രജന് പകരം അതിൻ്റെ വേറൊരു ഐസോട്ടോപ്പായ ഡ്യൂട്ടീരിയമാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ഒരു ന്യൂട്രോൺ കൂടി ഉള്ളത് കൊണ്ട് ഇത്തിരി ഹെവിയാണ്. അതുകൊണ്ടാണ് ഇതിനെ ഹെവി വാട്ടർ എന്ന് പറയുന്നത്. ഈ ഹെവി വാട്ടറും സാധാരണ വാട്ടറും കാഴ്ചയിൽ ഒരുപോലിരിക്കും, ഗുണത്തിലും എല്ലാം ഒരുപോലിരിക്കും. പക്ഷേ അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിനൊക്കെ ചില വ്യത്യാസമുണ്ടാകും. അതായത് 2 ഡ്യൂട്ടീരിയം ആറ്റങ്ങളും 1 ഓക്സിജൻ ആറ്റവും ചേർന്നതാണ് ഹെവി വാട്ടറിൻ്റെ ഒരു മോളിക്യൂൾ. പ്രഷറൈസ്ഡ് വാട്ടർ റിയാക്ടറുകളിൽ സാധാരണയായി 3 മുതൽ 5% വരെ എൻറിച്ച് ചെയ്ത സമ്പുഷ്ടീകരിച്ച യുറേനിയമാണ് ഇന്ധനമായി ഉപയോഗിക്കുന്നത്. അതായത് അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന യുറേനിയത്തിൽ 3 മുതൽ 5% വരെ യുറേനിയം 235 ഉണ്ടാകും. ഈ യുറേനിയം 235 മാത്രമേ ഫിഷന് വിധേയമാക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഈ പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടറുകളുടെ PHWRകളുടെ ഏറ്റവും വലിയ പ്രത്യേകത സമ്പുഷ്ടീകരിക്കാത്ത, എൻറിച്ച് ചെയ്യാത്ത പ്രകൃതിദത്ത യുറേനിയം തന്നെ നേരിട്ട് ഇന്ധനമായി ഉപയോഗിക്കാൻ കഴിയുന്നു എന്നതാണ്. എന്ന് വെച്ചാൽ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന യുറേനിയത്തിൽ 0.7% മാത്രമേ യുറേനിയം 235 ഉണ്ടാകൂ. അങ്ങനെ നാച്ചുറലായി ലഭിക്കുന്ന യുറേനിയം നേരിട്ട് ഈ ഹെവി വാട്ടർ റിയാക്ടർ, ഈ പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടറിന് ഉപയോഗിക്കാം. ആ 0.7% യുറേനിയം 235 തന്നെ ഫിഷന് വിധേയമായിക്കൊള്ളും. എന്നാൽ പ്രഷറൈസ്ഡ് വാട്ടർ റിയാക്ടറിൽ അത് എൻറിച്ച് ചെയ്ത് 5% ആക്കണം. ഇവിടെ ആ എൻറിച്ച്മെൻറ്റ് ആവശ്യമില്ല. ഹെവി വാട്ടർ വളരെ കാര്യക്ഷമമായ ഒരു മോഡറേറ്റർ ആയതിനാലാണ് ഇത് സാധിക്കുന്നത്. ഈ 2 റിയാക്ടറുകളുടെയും ആ ഇന്ധന കോറിൻ്റെ ഉള്ളിൽ ആ റിയാക്ഷൻ നടക്കുമ്പോൾ 1000 ഡിഗ്രിയോളം താപനില ഉണ്ടെങ്കിലും ആ ചൂട് മുഴുവൻ നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയില്ല. അവസാനം വെള്ളത്തെ സ്റ്റീമാക്കാൻ ലഭിക്കുന്നത് ഏകദേശം 300 ഡിഗ്രി സെൽഷ്യസ് മാത്രമാണ്. ആ ഉയർന്ന പ്രഷറിലുള്ള നീരാവിയാണ് ടർബൈൻ കറക്കുന്നത്. ടർബൈനോട് ചേർന്നിരിക്കുന്ന ജനറേറ്റർ അതിനെ വൈദ്യുതിയാക്കി മാറ്റുന്നത്. അതായത് റിയാക്ടറിനുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന അതിശക്തമായ താപത്തിൻ്റെ വലിയൊരു ഭാഗം ഫലപ്രദമായി ഉപയോഗിക്കപ്പെടുന്നില്ല, അത് വേസ്റ്റായി പോവുകയാണ്. ഈ പാഴാകുന്ന ഉയർന്ന ടെമ്പറേച്ചറിനെ പ്രയോജനപ്പെടുത്തി ഹൈഡ്രജൻ പോലുള്ള വിലപ്പെട്ട ഇന്ധനങ്ങൾ നിർമ്മിക്കാമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്ത്യയുടെ പുതിയ സാങ്കേതിക വിദ്യ. കൽപ്പാക്കത്ത് ഇപ്പോൾ ക്രിട്ടിക്കലിറ്റി കൈവരിച്ച ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ പരമ്പരാഗത റിയാക്ടറുകളിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ്. സാധാരണ റിയാക്ടറുകളിൽ യുറേനിയം 235 അല്ലെങ്കിൽ പ്ലൂട്ടോണിയം 239 ആയിരിക്കും പ്രധാന ഇന്ധനം. എന്നാൽ ഈ റിയാക്ടറിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് പ്ലൂട്ടോണിയം 239ഉം അതിനോടൊപ്പം വലിയ അളവിൽ യുറേനിയം 238ഉം അടങ്ങിയ ഒരു മിക്സഡ് ഓക്സൈഡ് ഇന്ധനമാണ്. ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത ന്യൂട്രോണുകളുടെ വേഗത കുറയ്ക്കാൻ ഒരു മോഡറേറ്ററും ഉപയോഗിക്കുന്നില്ല എന്നതാണ്. ഫാസ്റ്റ് ന്യൂട്രോണുകൾ തന്നെയാണ് അവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിലെ ഫാസ്റ്റ് എന്നതിൻ്റെ ആ അർത്ഥം അതാണ്. അതായത് ഫാസ്റ്റ് ന്യൂട്രോണുകൾ നേരിട്ടാണ് പ്ലൂട്ടോണിയം 239 അണുകേന്ദ്രങ്ങളെ പിളർക്കുന്നത്. ഇതിലൂടെ വലിയ അളവിൽ ഊർജവും അതിവേഗ ന്യൂട്രോണുകളും പുറത്തു വരുന്നുണ്ട്. ഈ ന്യൂട്രോണുകളിൽ ചിലത് സമീപത്തുള്ള യുറേനിയം 238 അണുകേന്ദ്രങ്ങൾ അബ്സോർബ് ചെയ്യും. അപ്പോൾ അത് യുറേനിയം 239 ആയി മാറും. എന്നാൽ യുറേനിയം 239 വളരെ അൺസ്റ്റേബിളായ ഒരു ഐസോട്ടോപ്പാണ്. അതുകൊണ്ട് അതൊരു ബീറ്റ ഡീക്കേയിലൂടെ നെപ്റ്റ്യൂണിയം 239 ആയി മാറും. ഈ നെപ്റ്റ്യൂണിയം 239ഉം ഹൈലി അൺസ്റ്റേബിൾ ആണ്. അതും മറ്റൊരു ഡീക്കേക്ക് ശേഷം വീണ്ടും പ്ലൂട്ടോണിയം 239 ആയി മാറും. അതായത് റിയാക്ടറിൽ പ്ലൂട്ടോണിയം 239 ഉപയോഗിച്ച് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനൊപ്പം പുതിയ പ്ലൂട്ടോണിയം 239 കൂടി ഉണ്ടാകും. ഉപയോഗിക്കുന്ന ഇന്ധനത്തിന് പകരം
പുതിയ ഇന്ധനം സൃഷ്ടിക്കുന്നതിനാലാണ് അതിനെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ എന്ന് വിളിക്കുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനൊപ്പം സ്വന്തം ഇന്ധനവും വളർത്തുന്ന റിയാക്ടറാണിത്. അതാണ് ഈ സാങ്കേതിക വിദ്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷേ ഈ റിയാക്ടറിൽ ഉപയോഗിക്കുന്ന കൂളന്റ് വെള്ളമോ ഹെവി വാട്ടറോ അല്ല, ദ്രാവകാവസ്ഥയിലുള്ള സോഡിയമാണ്. അതായത് ലിക്വിഡ് സോഡിയം. സോഡിയം എന്നത് കൈകാര്യം ചെയ്യാൻ വളരെ പ്രയാസമുള്ള ഒരു മൂലകമാണ്, അപകടം പിടിച്ച സാധനമാണ്. പ്രത്യേകിച്ച് ദ്രാവകാവസ്ഥയിലുള്ള സോഡിയം വെള്ളവുമായി എങ്ങാനും കോണ്ടാക്റ്റിൽ വന്നാൽ അത് അതിശക്തമായി റിയാക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ലിക്വിഡ് സോഡിയം കൂളന്റ് സുരക്ഷിതമായി ഉപയോഗിക്കുക എന്നത് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ടെക്നോളജിയിലെ ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നാണ്. ഈ സാങ്കേതിക വിദ്യ വിജയകരമായി വികസിപ്പിച്ചെടുത്ത രാജ്യങ്ങൾ ലോകത്ത് വളരെ അപൂർവമാണ്. അതായത് ഇപ്പോൾ റഷ്യയും ഇപ്പോൾ ഇന്ത്യയും മാത്രമേ ഇത് വിജയകരമായി വികസിപ്പിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാ രാജ്യങ്ങളിലും ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. ലിക്വിഡ് സോഡിയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത റിയാക്ടർ കോറിൽ നിന്ന് അതിശക്തമായ ചൂട് വളരെ കാര്യക്ഷമമായി പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ വൈദ്യുതി ഉൽപ്പാദനത്തിന് ശേഷവും ഉയർന്ന താപനിലയിൽ ധാരാളം ടെമ്പറേച്ചർ ലഭ്യമായി തുടരുന്നു. സാധാരണ പ്രഷറൈസ്ഡ് വാട്ടർ റിയാക്ടർ, പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടർ ആണവ നിലയങ്ങളിൽ പാഴായി പോകുന്ന ഈ ഉയർന്ന ടെമ്പറേച്ചറാണ് ഇപ്പോൾ ഇന്ത്യ ഹൈഡ്രജൻ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. അതാണ് ഈ സാങ്കേതിക വിദ്യയുടെ യഥാർത്ഥ പ്രത്യേകത. നമുക്കറിയാം, വെള്ളം എന്നത് ഹൈഡ്രജനും ഓക്സിജനും ചേർന്നുള്ള ഒരു സംയുക്തമാണ്, കോമ്പൗണ്ടാണ്. അതിൽ നിന്ന് ഹൈഡ്രജനെ വേർതിരിച്ചെടുക്കുക എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. ഇന്ന് ലോകത്ത് ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്നത് ഇലക്ട്രോളിസിസ് എന്ന രീതിയാണ്. അതായത് വലിയ അളവിൽ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് വെള്ളത്തെ ഹൈഡ്രജനും ഓക്സിജനുമായി വേർതിരിച്ചെടുക്കുക. എന്നാൽ ഇതിന് ധാരാളം ഇലക്ട്രിസിറ്റി ആവശ്യമാണ്. എന്നാൽ കൽപ്പാക്കത്തെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിൽ നിന്ന് ലഭിക്കുന്ന ഏകദേശം 500 ഡിഗ്രി സെൽഷ്യസ് ചൂട് ഉപയോഗിച്ച് ഇത് വളരെ എഫക്റ്റീവായി ചെയ്യാൻ കഴിയും. അതിനായി ഉപയോഗിക്കുന്നത് കോപ്പർ ക്ലോറിൻ സൈക്കിൾ അഥവാ COCl സൈക്കിൾ എന്ന അത്യാധുനിക കെമിക്കൽ പ്രോസസ്സാണ്. ഇതിൽ കോപ്പർ ഡൈക്ലോറൈഡ് ഉൾപ്പെടെയുള്ള കോപ്പർ കോമ്പൗണ്ടുകൾ പല ഘട്ടങ്ങളിലായി രാസപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. റിയാക്ടറിൽ നിന്ന് ലഭിക്കുന്ന വളരെ ഉയർന്ന താപവും ചെറിയ അളവിൽ വൈദ്യുതിയും ഉപയോഗിച്ച് വെള്ളത്തിലെ ഹൈഡ്രജൻ ക്രമേണ വേർതിരിച്ചെടുക്കുന്നു. ഈ പ്രക്രിയയുടെ ഏറ്റവും വലിയ പ്രത്യേകത അവസാനം ഉപയോഗിച്ച കോപ്പർ സംയുക്തങ്ങൾ വീണ്ടും പഴയ രൂപത്തിലേക്ക് മടങ്ങി വരും എന്നതാണ്. അതിനാൽ അവ വീണ്ടും ഉപയോഗിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ കോപ്പർ ക്ലോറിൻ സൈക്കിൾ അഥവാ COCl സൈക്കിൾ എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഈ സൈക്കിളിൻ്റെ ഓരോ ചുറ്റലിലും ലഭിക്കുന്നത് ശുദ്ധമായ ഹൈഡ്രജനും ഓക്സിജനും മാത്രമാണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് ഹൈഡ്രജൻ. ആറ്റങ്ങളുടെ എണ്ണം എടുത്താൽ പ്രപഞ്ചത്തിലെ ഏതാണ്ട് 90% ഹൈഡ്രജനാണ്. അതിനുള്ള കാരണവും ലളിതമാണ്. ഏറ്റവും സിമ്പിളായിട്ടുള്ള മൂലകമാണിത്. ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും മാത്രമാണ് ഒരു ഹൈഡ്രജൻ ആറ്റത്തിനുള്ളത്. ഇത്ര ലളിതമായൊരു മൂലകമാണെങ്കിലും കത്തുമ്പോൾ വലിയ അളവിൽ ഊർജം പുറത്തുവിടാൻ ഇതിന് കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഭാവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ധനങ്ങളിലൊന്നായി ഹൈഡ്രജനെ കണക്കാക്കുന്നത്. എന്നാൽ ഹൈഡ്രജനെ കൈകാര്യം ചെയ്യുക എന്നത് അത്ര എളുപ്പമല്ല. വളരെ ചെറിയ ആറ്റമായതിനാൽ ഇത് എളുപ്പത്തിൽ ചോർന്നു പോകും. കൂടാതെ സംഭരിക്കാനും ഗതാഗതം നടത്താനും പ്രത്യേക സംവിധാനങ്ങൾ ആവശ്യമാണ്. ദ്രാവക രൂപത്തിൽ സൂക്ഷിക്കണമെങ്കിൽ ഏകദേശം -253 ഡിഗ്രി സെൽഷ്യസ് വരെ തണുപ്പിക്കേണ്ടി വരും. ഈ കാരണങ്ങളാൽ വളരെ കാലം ഹൈഡ്രജന്റെ പ്രധാന ഉപയോഗം ബഹിരാകാശ രംഗത്തെ ക്രയോജനിക് എഞ്ചിനിൽ മാത്രമായിരുന്നു. എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ സാങ്കേതികവിദ്യ അതിവേഗം വികസിച്ചതോടെ സ്ഥിതി മാറുകയാണ്. ഇന്ന് കാറുകൾ, ബസ്സുകൾ, ട്രെയിനുകൾ, വ്യാവസായിക മേഖലകൾ തുടങ്ങി പല രംഗങ്ങളിലും ഹൈഡ്രജൻ ഉപയോഗം അതിവേഗം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ലോകമെമ്പാടും ശുദ്ധമായ ഗ്രീൻ ഹൈഡ്രജൻ നിർമ്മിക്കാനുള്ള മത്സരവും ശക്തമായിരിക്കുന്നത്. ബഹിരാകാശ റോക്കറ്റുകൾ മുതൽ
കാറുകൾ, ബസ്സുകൾ, ട്രെയിനുകൾ വരെ ഹൈഡ്രജൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ അതിവേഗം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കുമ്പോൾ പുറത്തു വരുന്നത് പ്രധാനമായും വെള്ളമാണ്. അതുകൊണ്ട് തന്നെ ഉപയോഗഘട്ടത്തിൽ ഒട്ടും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടുന്നില്ല. എന്നാൽ ഏറ്റവും വലിയ വെല്ലുവിളി ഹൈഡ്രജൻ നിർമ്മാണത്തിലാണ്. ഇന്ന് ലോകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഹൈഡ്രജന്റെ വലിയൊരു ഭാഗവും ഇപ്പോഴും പ്രകൃതിവാതകങ്ങളിൽ നിന്നാണ്, നാച്ചുറൽ ഗ്യാസസിൽ നിന്നാണ്. ഇലക്ട്രോളിസിസ് വഴി നിർമ്മിക്കുകയാണെങ്കിൽ വലിയ അളവിൽ ഇലക്ട്രിസിറ്റി ആവശ്യമാണ്. ആ വൈദ്യുതി ഫോസിൽ ഇന്ധനങ്ങൾ കത്തിച്ചുകൊണ്ടാണെങ്കിൽ അവിടെയും കാർബൺ എമിഷൻ ഉണ്ടാകും. സോളാർ എനർജിയും വിൻഡ് എനർജിയും ഉപയോഗിച്ച് ഗ്രീൻ ഹൈഡ്രജൻ നിർമ്മിക്കാൻ കഴിയും. പക്ഷേ 24 മണിക്കൂറും വൻതോതിൽ ഉൽപ്പാദനം നടത്തുക എന്നത് പ്രായോഗികമായി ബുദ്ധിമുട്ടാണ്. അവിടെയാണ് കൽപ്പാക്കത്തെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ശ്രദ്ധേയമാകുന്നത്. അവിടെയാണ് വൈദ്യുതി ഉൽപ്പാദനത്തിന് ശേഷവും ലഭ്യമായ ഉയർന്ന ടെമ്പറേച്ചർ പ്രയോജനപ്പെടുത്തി കോപ്പർ ക്ലോറിൻ സൈക്കിൾ ഉപയോഗിച്ച് ഗ്രീൻ ഹൈഡ്രജൻ നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ നിർണായക മുന്നേറ്റം നടത്തി ലോകത്തിന് വഴികാട്ടിയാകുന്നത്. രാജ്യത്തിൻ്റെ നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷന് വലിയ കരുത്തു പകരാൻ ഈ നേട്ടത്തിന് കഴിയും. ഭാവിയിൽ സ്റ്റീൽ, കെമിക്കൽ ഇൻഡസ്ട്രി, വളം നിർമ്മാണം, ഹെവി ട്രാൻസ്പോർട്ട് തുടങ്ങി നിരവധി മേഖലകളിൽ കുറഞ്ഞ കാർബൺ എമിഷനോടെ ഹൈഡ്രജൻ ലഭ്യമാക്കാൻ ഈ സാങ്കേതികവിദ്യ നിർണായക പങ്കുവഹിക്കും. അതുകൊണ്ട് തന്നെ കൽപ്പാക്കത്ത് നടന്നത് വെറുമൊരു ആണവ നേട്ടം മാത്രമല്ല, ഇന്ത്യയുടെ ഊർജ സ്വാതന്ത്ര്യത്തിലേക്കും ശുദ്ധമായ ഊർജ ഭാവിയിലേക്കുമുള്ള ഒരു വലിയ കുതിച്ചുചാട്ടം കൂടിയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നും പുതിയതായി എന്തെങ്കിലും മനസ്സിലാക്കാൻ കഴിഞ്ഞെന്നും ശാസ്ത്രത്തെക്കുറിച്ചുള്ള ഇത്തരം കൗതുകകരമായ വിഷയങ്ങൾ ലളിതമായി അറിയാൻ സയൻസ് കോർണർ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കാനും ശാസ്ത്രം ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ മറ്റൊരു കൗതുകകരമായ ശാസ്ത്ര വിഷയവുമായി വീണ്ടും കാണാം. അതുവരെ ചോദിക്കൂ, അന്വേഷിക്കൂ, ശാസ്ത്രത്തെ സ്നേഹിക്കൂ. നന്ദി, നമസ്കാരം.